വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽ. ഇതെൻ്റെ മമ്മിയാണ്. മമ്മീനെ നേരത്തെ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് നാളായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ കുറേ റെസിപ്പീസ് ട്രൈയും ചെയ്തു ആൻഡ് കുറേയൊക്കെ അത് ഓക്കെ ആയിരുന്നു. ഒരു 70% വരെ ഓക്കെ ആയിരുന്നു. ബട്ട് മമ്മി അവിടെ നിന്ന് കൊടേരയിൽ നിന്ന് വട്ടയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് എൻ്റെ നിന്ന് 100 times ബെറ്ററാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാനും മമ്മിയും കൂടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മമ്മി ഉണ്ടാക്കിയ വട്ടയപ്പത്തിൻ്റെ ടെക്സ്ചർ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്മ ഗ്രൈൻഡറിലല്ലേ അരച്ചേ? ഗ്രൈൻഡറിൽ. ഞാൻ മിക്സിയിലാണ് അരച്ചത്. ചിലപ്പോൾ ഇനി അതുകൊണ്ടാണ് എൻ്റെ ടെക്സ്ചർ അത്രയും നല്ലതല്ലാതിരുന്നേന്ന് അറിയില്ല. ടെക്സ്ചർ നോക്കാം. ആൻഡ് ടേസ്റ്റ് വൈസ് ഓൾസോ ഭയങ്കര നല്ലതാണ്. ഗ്രൈൻഡറിലായാൽ കുറച്ച് ചൂടാവും, അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരുമിച്ച് അരയ്ക്കുമ്പോൾ മിക്സി ചൂടാവും. അപ്പോൾ അത് കാരണമാണ് ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ വട്ടയപ്പത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇന്ന് ആദ്യം പറയാം. 200 ml 2 കപ്പ് പച്ചരി, 2 കപ്പ് പച്ചരി. പച്ചരി എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വെള്ളത്തിലിടാനായിട്ട്. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഒരു പുളിച്ച ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും അരി വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിടാം. ആൻഡ് അടുത്തത് പിന്നെ തേങ്ങ ഈ 200 ml സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത തേങ്ങ. പിന്നെ പഞ്ചസാര ഈ സെയിം കപ്പിൽ തന്നെ 2 കപ്പ്. വേണമെങ്കിൽ മധുരം അത്രയും വേണ്ടാത്തവർക്ക് കുറച്ച് കുറയ്ക്കാട്ടോ. ഇത് നല്ല മധുരം ഉണ്ട് ആക്ച്വലി. ബട്ട് കറിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല മധുരമായിട്ടുള്ള അപ്പം കഴിക്കേണ്ടവർക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ല. പിന്നെ ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂണൊക്കെ വേണ്ട വരില്ല. 1 ടീസ്പൂൺ എന്തായാലും വേണം. ആൻഡ് ഈസ്റ്റും 1 ടീസ്പൂൺ. അതെ, അത്രയല്ലേ ഉള്ളൂ. ഇച്ചിരി കൂടെ കൂടിയാലും കുഴപ്പമില്ല. 1 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടി കൂടിയാലും കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെയും അളവ്. ബട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം വരുമ്പോൾ ആൻഡ് വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടിയാലും അരയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ എമൗണ്ട് കൂടിയാലും വട്ടയപ്പത്തിന്റെ ലൂസ് ഭയങ്കര കട്ടിയായി പോകും. ഇച്ചിരി കട്ടിയായി പോകും. ടേസ്റ്റ് എപ്പോഴും നല്ല വെള്ളം കൂടിയാ ഇതായി പോകും, ലൂസായി പോകും. അപ്പൊ ഇതിപ്പോ 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അരി കഴുകിയിട്ട് വേണം നമ്മളിങ്ങനെ വെള്ളത്തിൽ മുക്കി വെള്ളത്തിലിടാനായിട്ട്. ആൻഡ് 6 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യണം അരി. ആൻഡ് കഴുകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കിട്ടുന്നത് വരെ നന്നായിട്ട് തിരുമ്മി കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. അപ്പം ഞാൻ ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ഞാൻ പറയാം. ഞാൻ ഇതുപോലെ വെള്ളം അരിച്ച് കളഞ്ഞില്ല. അപ്പോൾ എന്ത് പറ്റും, നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ ഗ്രൈൻഡറിലോട്ട് എടുത്തിടുമ്പോൾ വെള്ളം കൂടിപ്പോയി. അതൊരു പ്രശ്നമായിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ എപ്പോഴും ഇതുപോലെ അരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രൈൻഡറിലോട്ട് വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്താൽ മതി അല്ലേ? അതെ. പിന്നെ അടുത്ത പ്രശ്നം ഞാൻ ഉണ്ടാക്കിയപ്പോൾ വന്നത് ഈ തേങ്ങയിലുള്ള ചെറിയ പീസസ് ഉണ്ടല്ലോ, ഈ കുറച്ച് ഇതുപോലത്തെയൊക്കെ പീസസ്, അതും കൂടി ഇട്ടാണ് ഞാൻ അരച്ചത്. അപ്പോൾ ഇത്തിരി വലിയ പീസായിട്ട് ഇരുന്നല്ലേ അമ്മ പറഞ്ഞത് വട്ടയപ്പത്തിൽ. ഞാൻ ഉണ്ടാക്കിയ കളറും മാറും. ഈ വലിയ പീസസ് ഒന്നും ആഡ് ചെയ്യരുത്. ഇതുപോലെ ഇപ്പം തേങ്ങ നമ്മൾ അരി അളന്ന സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് ഇട്ടു. 1.5 കപ്പ് തേങ്ങ. അമ്മ തേങ്ങ കൂടിയാൽ എന്താ പറ്റുക വട്ടയപ്പത്തിന്? തേങ്ങ കൂടിയ എണ്ണമയം വരും. അപ്പം വെന്ത് കഴിയുമ്പോഴേ ഒരു എണ്ണമയം തോന്നും. എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പൊ തേങ്ങയുടെ അളവ് കൂടണ്ട, 1.5 കപ്പ്. അപ്പൊ ഇതില് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന അരിയിലും തേങ്ങയിലും ഒട്ടും തന്നെ വെള്ളമില്ല. അപ്പൊ എത്ര ആഡ് ചെയ്യണം? വെള്ളം എത്ര ആഡ് ചെയ്യണം ഇത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്? ഞാൻ ചെയ്യാറില്ല. ഈ അരിഞ്ഞു വരുമ്പോ ഉണ്ടാവും, പഞ്ചസാരയൊക്കെ അരിഞ്ഞു വരുമ്പോ ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്നാ പിന്നെ അരച്ചു നോക്കാട്ടോ. അരച്ചു നോക്ക്. എങ്ങാനും തീരെ വെള്ളം ആഡ് ചെയ്താൽ മതി. ബട്ട് ഈ വട്ടയപ്പത്തിന് മാത്രം മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചാൽ ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടുള്ളൂ. അതെനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അത് കാരണം അത് ശ്രദ്ധിക്കണം. അരയണമുണ്ട്, അപ്പോൾ വെള്ളം ഒഴിക്കേണ്ടതെന്ന്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരയ്ക്കാനായിട്ട്. പിന്നെ അരയ്ക്കുമ്പോഴും നമ്മൾ ഈ കുറേ നേരം ഇങ്ങനെ അരയ്ക്കുവാണെങ്കിൽ ഈ ഗ്രൈൻഡർ ചൂടാവും. അപ്പോൾ അങ്ങനെ വരരുത്. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ പിന്നെ ചൂടാവില്ല. നമ്മൾ വെള്ളം തീരെ ഇല്ലാതെ അരയ്ക്കുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് വരണേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് അരഞ്ഞു കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ വെള്ളം കൂടിപ്പോകുന്ന ആ ഇഷ്യൂ വരില്ല. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഗ്രൈൻഡർ നമ്മുടെ മാവ് ഒരിക്കലും ചൂടാവാൻ പാടില്ല. കുറേ നേരിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാവ് ചൂടാവും. അപ്പോൾ അത് കാരണം അത് അങ്ങനെ ആവാണ്ടിരിക്കാനായിട്ട് വേണമെങ്കിൽ ബ്രേക്ക് എടുത്ത് വേണമെങ്കിൽ അരയ്ക്കാം. ഇടയ്ക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ വീണ്ടും അരച്ചാൽ മതി. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടാനായിട്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ. ബിക്കോസ് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും കിട്ടാത്തൊരു സംഭവമാണ്.
അമ്മ ഓഫ് ചെയ്തിട്ടേ അരഞ്ഞാ ഇല്ല ഇല്ല അറിഞ്ഞിട്ടില്ല. നോക്കട്ടെ. ഇത് കണ്ടിട്ട് അരഞ്ഞാ ഇല്ല, തരി കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്താൽ നമുക്ക് ഈ അരയ്ക്കണ സമയത്ത് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള മറ്റേ ആ കപ്പി കാച്ചണമെന്നല്ലേ പറയണം, കപ്പി കാച്ചനല്ല കുറുക്കുണ്ടാക്കാം. ഇത്ര അറിഞ്ഞാൽ മതിയാ? ഇല്ല ഇല്ല പോരാ. അരിഞ്ഞിട്ടില്ല. അപ്പൊ ഇതും ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആട്ടോ, ഇത്രയൊക്കെ അരഞ്ഞിട്ടുള്ളൂ, ഫൈൻ പേസ്റ്റ് ആയിട്ടില്ല. തേങ്ങയും ഇതും കൂടി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം അല്ലേ? നമ്മളിപ്പോ 1 കപ്പ് വെള്ളം ആഡ് ചെയ്താണ് അരച്ചേ. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കുറച്ച് കട്ടിയാണ്. അപ്പൊ നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അരയ്ക്കാൻ. ഈ അരയ്ക്കണ സമയത്ത് തന്നെ ഈ കപ്പി കാച്ചാം ഈ സൈഡിൽ. മെഷർമെന്റ് ഞാൻ ഇപ്പൊ പറയാട്ടോ. അമ്മ ആഡ് ചെയ്ത് നോക്കും. 1/4 ഗ്രൈൻഡിങ് കംപ്ലീറ്റ് ആവുമ്പോഴത്തേനും നമുക്ക് ആ കപ്പി കാച്ചാം. 2 ടേബിൾ സ്പൂൺ നിറച്ചിടും. 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഇടിയപ്പത്തിന്റെ ഒക്കെ പൊടി നിറയിടും. എപ്പോഴും അടപ്പിന്ന് മാറ്റി, ചൂടായിട്ടുള്ള പാത്രത്തിലല്ല, നമ്മുടെ അടപ്പിന്ന് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ പൊടി ആഡ് ചെയ്യാനായിട്ട്. വെള്ളം എത്രയാ? 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ബിക്കോസ് ഇതിന് നമുക്ക് കപ്പി കാച്ചാൻ ആവശ്യം 1 കപ്പ് കുറുക്കാം. അപ്പൊ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ കുറുക്കാക്കാനായിട്ട്. ആൻഡ് അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കട്ടിയാക്കാനായിട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ലോ ഫ്ലെയിമിൽ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടി കുക്കായി പോകും. അപ്പൊ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. വട്ടയപ്പം മാത്രം ഇത്രയും ശ്രദ്ധിച്ചുണ്ടാക്കിയേ പറ്റൂട്ടോ. ബിക്കോസ് ഞാൻ അത്രയും ട്രയൽ നടത്തി വിജയിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മമ്മി ഈ സോഫ്റ്റ് സാധനമായിട്ട് വരുന്നത്. ആൻഡ് ഇത്രയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കരിയരുത്, കൊണ്ടുതന്നിരിക്കണം, ഇളക്കിയിരിക്കണം, പിന്നെ അടി കരിയാൻ പാടില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മ എത്ര നേരം എടുക്കും ഇത് കുറുകാനായിട്ട്? നമുക്ക് നോക്കുമ്പോ അറിയാം കുറുകി വരുന്ന ഒരു ആൻഡ് ഇതിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കുറുക്കിന്റെ തിക്നെസ്സിൽ വ്യത്യാസം വന്നപ്പോഴും വട്ടയപ്പത്തിന്റെ ടെക്സ്ചർ മാറും അല്ലേ? അധികം തിക്കാവാൻ പാടില്ല. കൂടുതൽ കട്ടിയാവാൻ പാടില്ല, എന്നാ ഭയങ്കര ലൂസും ആവാൻ പാടില്ല. അമ്മ ഇത് അരഞ്ഞാ മതിയാ? ആയിട്ടില്ല. ഫൈൻ പേസ്റ്റ് ആണല്ലേ? ആയി ഒരുമാതിരി ആയി, എന്നാലും ആവണം, നന്നായി ആവണം. നന്നായി ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. തരി പോലും ആവാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അടുക്കളയിൽ തകർപ്പൻ പണി നടന്നുകൊണ്ടിരിക്കട്ടെ. ഈ വട്ടയപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് മീൻ പൊള്ളിച്ചത് ഞാൻ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ട്, കരിമീൻ പൊള്ളിച്ചതാ. അപ്പൊ വേഗം ആക്കിക്കോ ചേച്ചി. കരിമീൻ അങ്ങനെ വെന്ത് പോയി കഴിഞ്ഞാൽ മുള്ളു പുറത്തോട്ട് വരും കേട്ടോ, അപ്പൊ അത് ശ്രദ്ധിക്കണേ. ഇതാണ് ഈ അരിപ്പൊടി കുറുക്കിയതിന്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഒരുപാട് തിക്കും അല്ല, ഭയങ്കര ലൂസും അല്ല, ഈ ഒരു കൺസിസ്റ്റൻസി എടുത്താൽ മതി. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചുകൂടി ഒന്ന് കുറുക്കാവും. നല്ല ചൂടാറി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയാവും. അപ്പൊ എന്നിട്ട് വേണം, ചൂടാറിയിട്ട് വേണം നമ്മുടെ അരച്ചു വെച്ച തേങ്ങയും അരിയിലോട്ടും ആഡ് ചെയ്യാനായിട്ട്. ഇതിലിങ്ങനെ മുകളിൽ വെള്ളം നിന്നാ അത് ആയിട്ടില്ല, ഒന്നും കൂടെ ആവാനുണ്ട്. അപ്പൊ ഇതായിട്ടില്ലേ? മുകളിൽ കുറച്ച് വെള്ളം പോലെ എന്താ ഒന്നും കൂടെ ആക്കിക്കോ. ഒന്നും കൂടി ആക്കട്ടെ. ഇത് കണ്ടേ, ഇതുപോലെ വെള്ളം മുകളിൽ നിൽക്കണ്ടെങ്കിൽ ഈ കപ്പി ആയിട്ടില്ലെന്നാ. അപ്പൊ കുറച്ചുകൂടി ആവാനുണ്ട്, ഒന്ന് ആക്കട്ടെ. വെള്ളം മാറിയില്ലേ മറ്റോട്ടിലെ? അപ്പൊ ഇതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി ഇതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളാണ് സോഫ്റ്റ്നെസ്സിനെ ബാധിക്കുന്നത്. ഇത് തണുക്കണം, ചൂടും നന്നായിട്ട് ആറണം. അവിടെയും എനിക്ക് ഇത്തിരി ക്ഷമ പോകാനുള്ള സാധ്യതയുണ്ട് ഞാനായതുകൊണ്ട്. അമ്മ വെറുതെ അല്ല ഇത്രയും സോഫ്റ്റ് ആയിട്ട് വന്നേ. ഇത് കുറുക്കായി കഴിയുമ്പോൾ നമ്മളെപ്പോഴും അടപ്പിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ വീണ്ടും അത് കൂടുതൽ കുക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും കട്ടിയാവുമ്പോൾ മാറ്റി വെക്കാം അടുപ്പിൽ. അമ്മ ഇതൊന്ന് നോക്കിക്കേ. ആയാ? ഇതായിട്ടുണ്ട്. മതിയോ? തണുക്കണവരെ അരിഞ്ഞോട്ടിടി. ഇത് തണുക്കണവരെ. ഇതാണ് മെയിൻ സീക്രട്ട്. അത്യാവശ്യം നല്ലോണം അരച്ചിട്ടുണ്ട്, ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തായാലും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് എനിക്ക് അരച്ചോ. അമ്മ പഞ്ചസാര ഇട്ടോട്ടെ അമ്മ? പഞ്ചസാര ഇട്ടാ ഇത് ഇടാം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഈ പഞ്ചസാര ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യട്ടെ. നമ്മുടെ അരച്ച മാവിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിക്കട്ടാ. ഇനി പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യാൻ പോവാ അരയ്ക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അരച്ച മാവിന്റെ കൺസിസ്റ്റൻസി. ഇനി പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞു നിന്ന് കണക്ക് 2 കപ്പ് തന്നെ. നമ്മുടെ അരി അളന്ന് സെയിം കപ്പിൽ തന്നെ 2 കപ്പ്. മധുരം അധികം വേണ്ടാത്തവർക്ക് കുറച്ചെടുത്താൽ മതി. ഞങ്ങൾ പക്ഷെ 2 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അമ്മ ആഡ് ചെയ്തോട്ടെ? നിറച്ചിട്ട് ഇട്ടോട്ടെ. ഇനി വെള്ളം ആഡ് ചെയ്യണ്ട? വേണ്ട, നോക്കിയിട്ട് ഇടാം. പഞ്ചസാര നിറയെ എടുക്കും.
അമ്മ മതിയാ പഞ്ചസാര അരച്ചത് മതിയാ? ഇനി അരിഞ്ഞിട്ടില്ല, ഓണാക്കിക്കോ. ഇതേ മെയിൻ തിങ്, നമുക്ക് എത്രയും അരയ്ക്കാമോ എത്രയും ഫൈൻ പേസ്റ്റ് ആകുമോ അത്രയും സോഫ്റ്റ് ആയിരിക്കും വട്ടയപ്പം അല്ലേ? പഞ്ചസാര ഇട്ടിട്ടും ആ പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റ് ആവണ വരെ അരയ്ക്കണം. അമ്മ പഴയ ആൾക്കാരപ്പോ ഇതെങ്ങനെ ഈ വട്ടയപ്പം ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? പഴയ ആൾക്കാര് അല്ല, അവര് മില്ലില് പൊടിപ്പിച്ചിട്ട് പിന്നെ അരിപ്പയിൽ, നമ്മൾ സാധാരണ അരിപ്പയിൽ, നേരത്തെ അരിപ്പയിൽ അരിച്ചെടുക്കും. ഓ, ഈ അരി 3-4 പ്രാവശ്യം അരിക്കും. അരി കുതിർത്തല്ലേ? കുതിർത്ത് എന്നിട്ട് തേങ്ങയായിട്ട് മില്ലിൽ പോയി പൊടിപ്പിച്ചിട്ട് പിന്നെ അരിച്ചെടുക്കും. പിന്നെ അരിക്കും. പിന്നെ ഗ്രൈൻഡറിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഈസ്റ്റിന്റെ ക്വാണ്ടിറ്റി വെള്ളം കൊണ്ടെടുത്തു, ചൂടുവെള്ളമല്ലേ, 1 ടീസ്പൂൺ നിറച്ചെടുക്കണം. ഞാൻ 1 ടീസ്പൂണും കുറച്ചും കൂടി ക്വാണ്ടിറ്റി എടുക്കട്ടെ. അപ്പോൾ 1 ടീസ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് എടുത്തിട്ടുണ്ട്. നേരിയ ചൂടുള്ള വെള്ളം കുറച്ച്, അതൊന്ന് മുങ്ങിക്കിടക്കാവുന്നുണ്ട്. മതി 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 മതി. ഇത് ഇത്രയും വെള്ളമായിട്ട് എടുത്തേക്കണേ. ഇനി ഒന്ന് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരണം. കലക്കണ്ടേ? കലക്കിയിട്ട് മൂടി വെക്കാം പൊങ്ങാനായിട്ട്. അമ്മ യൂസ് ചെയ്ത ഈസ്റ്റ് ചോസൻ എന്ന് പറഞ്ഞ ഡ്രൈഡ് ഈസ്റ്റ് ആണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ യൂസ് ചെയ്ത ഇൻസ്റ്റന്റ് ഈസ്റ്റാ. ഇനി അതിന്റെ വ്യത്യാസമാണെന്ന് എനിക്കറിയില്ല. ഈ ഈസ്റ്റ്, ഈ കമ്പനിയുടെ ഈസ്റ്റ് ഭയങ്കര നല്ല അല്ലേ? കൊടകരയിൽ നിന്ന് മമ്മി മേടിച്ചോണ്ട് വന്നോട്ടെ. ചോസൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഡ്രൈഡ് ഈസ്റ്റ്. അപ്പൊ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് വെച്ച് തന്നെ ഉണ്ടാക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ഈസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്ക്. നമ്മുടെ കുറുക്ക് ചൂടാറുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വരണേ. ഇത് കണ്ട, ഇതാണ് കറക്റ്റ് പാകം. അപ്പൊ നമ്മുടെ ഈ കപ്പി കാച്ചിയത് 1 കപ്പ വേണ്ടേ. അപ്പം അഥവാ കൂടുതലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണ്ട, 1 കപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. 1 കപ്പ് നമ്മുടെ കപ്പി കാച്ചിയത് ആഡ് ചെയ്യുന്നുണ്ട്. അമ്മ ആഡ് ചെയ്തോ? ഒന്നും കൂടി അരക്കണ്ടേ? അപ്പം ഈ കപ്പി കാച്ചിയത് ആഡ് ചെയ്തിട്ടും ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഇനി ആഡ് ചെയ്യാനുള്ള ഉപ്പാണ്. ഉപ്പ് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അമ്മ ഇത് മാവ് പാത്രത്തിലോട്ട് ഒഴിക്കട്ടെ. ഇനി ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഈസ്റ്റ്, നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം സ്പൂൺ കൊണ്ട്. ഇതിനും മെയിൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അമ്മ ഇതിന്റെ തിക്നെസ് കറക്റ്റ് ആണ്. കുറച്ച് വെള്ളം ഒഴിച്ചോ? ഇച്ചിരി ഒഴിക്കണം. അത് വേണേ അന്ന് ഇതിൽ ഞാൻ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കാം. ബാക്കി ശരി മതി കേട്ടോ. അമ്മ ഈ പാലപ്പത്തിന്റെയും വട്ടയപ്പത്തിന്റെയും ഈ തിക്നെസ്, ഈ ബാറ്ററിന്റെ തിക്നെസ് കറക്റ്റ് സെയിം ആണ്. കൂടുതൽ ഈ വട്ടയപ്പത്തിന് കൂടുതൽ കട്ടി വേണം? വേണ്ട വേണ്ട, ഇത് തന്നെ. അപ്പൊ വട്ടയപ്പത്തിനാണെങ്കിലും പാലപ്പത്തിനാണെങ്കിലും സെയിം കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്, ഇതുപോലെ. അപ്പൊ ഇവിടെയും ഞാൻ തെറ്റാ ചെയ്തേട്ടാ. വട്ടയപ്പത്തിനാന്ന് വെച്ച് കുറച്ച് കട്ടിയുള്ള ബാറ്റർ ആക്കിയത്. ബട്ട് ഈ ഒരു നമ്മുടെ പാലപ്പത്തിന്റെ കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. അതും തെറ്റിയിട്ടമ്മ. അമ്മ ഇനി പാത്രം കൊണ്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഈ പാത്രം വേണ്ട, ഇരിപ്പ കൊട്ട കൊണ്ട് മൂടിയാൽ മതി. അപ്പൊ പാത്രം കൊണ്ട് മൂടണ്ട, ചിലപ്പോൾ അത് പൊന്തി പോകും. പൊന്തി ഇങ്ങനെ പുറത്തു പോയിരിക്കും. അപ്പൊ എപ്പോഴും കൊട്ട കൊണ്ട് വേണം മൂടി വെക്കാനായിട്ട്. ആൻഡ് ഒരു 5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് പൊന്തി വരും. പൊന്തി വന്നിട്ടില്ലെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യാം പൊന്തന. ഫ്രിഡ്ജിൽ വെച്ചാലും മൂടി വെക്കരുത്. പൊന്തി കഴിയുമ്പോൾ മാവ് ഒരു 6 hours ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് പൊന്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ട് വേണം മോളിൽ നിന്ന് പിന്നെ ഇളക്കരുത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് വീണ്ടും പൊന്താനായിട്ടൊരു ടൈം കൊടുക്കുക. എന്നിട്ട് മോളിൽ നിന്ന് മാത്രം ഇങ്ങനെ നേരെ തിന്നായിട്ട് വട്ടയപ്പം ആക്കാം. ഇനി ഇതാണ് ഞാൻ മമ്മി വരുന്നേക്കാൾ മുമ്പ് ഞാൻ ഉണ്ടാക്കിയ വട്ടയപ്പാട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ വീഡിയോ ചെയ്തപ്പോഴാണ്, മമ്മിയുടെ കൂടെ നിന്ന് ചെയ്തപ്പോഴാണ് എനിക്കും ഏകദേശം ഒരു ഐഡിയ, നല്ല ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടിയത്. അമ്മ എൻ്റെ വട്ടയപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്തേ. തിരിയട്ടെ, അമ്മയുടെ പോലെ സോഫ്റ്റ് അല്ല. ഇപ്പം എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ശ്രദ്ധിക്കാത്തതെന്ന്. എന്താ ടേസ്റ്റ് നല്ലതാണോ? ടേസ്റ്റ് കുഴപ്പമില്ല, ഇത്തിരി കട്ടി. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം വന്നത് കേട്ടോ. എൻ്റെ ഇത്രയും കട്ടിയാണ്. നിങ്ങൾ ആദ്യം കണ്ട വട്ടയപ്പം മമ്മി കൊണ്ടുവന്നാ. എൻ്റെ അത്യാവശ്യം ഇച്ചിരി കട്ടി. ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. ക്യാമറമാനിന് വരെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ കുറുക്കുണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, അതുമാണെങ്കിലും ഞാൻ അത്രയും തിക്കാക്കിയില്ല. മുകളിൽ കുറച്ച് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, കുറച്ച് മുകളിൽ വെള്ളം നിൽക്കണ പോലെ. വെള്ളം മുകളിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി അത് കട്ടിയാക്കിയിട്ട് വേണം വെക്കാനായിട്ട് അല്ലേ? ഇതൊക്കെയാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്സ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടും മമ്മിയുടെ കണക്കിനനുസരിച്ച് ഉണ്ടാക്കിയപ്പോൾ ഇത്രയും നല്ലത് കിട്ടി. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും.
താങ്ക് യു. നമുക്കത് പൊന്തി വന്നിട്ട് ഉണ്ടാക്കാം. നമുക്ക് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം അപ്പത്തിൻ്റെ മാവ് ഇപ്പം നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പം ആദ്യം ഈ അപ്പത്തിൻ്റെ മാവ് ഒന്ന് ഇളക്കുക. ഞാനൊരു 1 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പൊന്താനായിട്ട്. എന്നിട്ട് പ്ലേറ്റിലോട്ട് ആഡ് ചെയ്യാം. ആൻഡ് പ്ലേറ്റിന് ചുറ്റിനും ഗീ അപ്ലൈ ചെയ്യുക. ആൻഡ് ചെറിയ ക്വാണ്ടിറ്റി മാവ് ആഡ് ചെയ്യുക. അല്ല, ഈ മേലത്തെ പത മാത്രം കോരി ഇടാം. പതയുടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം വട്ടയപ്പം നല്ല ഏറിയ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് ആയിരിക്കും വട്ടയപ്പം. ഇതൊരു 1/4 ഇഞ്ച് പോലും ഇല്ല കേട്ടോ, അതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഈ ക്വാണ്ടിറ്റി കൊണ്ട് ഒരു 5 എണ്ണമൊക്കെ തിൻ സ്ലൈസ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇനി ആവിയിൽ വെക്കുമ്പോഴും അത്യാവശ്യം ഇത്തിരി സ്പേസ് ഉള്ള പാത്രത്തിൽ വേണം വെക്കാൻ. ബിക്കോസ് ആവി നന്നായിട്ട് കയറണം. ആൻഡ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആവിയിൽ വെക്കാം. തീ കൂട്ടി വെച്ചു. തീ കൂട്ടിയിട്ട് എപ്പോഴും വെള്ളം തിളച്ചിട്ട് വേണം ആവിയിൽ വെക്കാനായിട്ടും. ആൻഡ് വെച്ച് കഴിഞ്ഞിട്ട് തീ കൂട്ടി വെക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല കൊള്ളാല. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മുടെ പ്ലേറ്റിൽ നിന്ന് എടുക്കാനായിട്ട്. ഇനി അടുത്ത സെറ്റ് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയെങ്കിലും കുറച്ച് സ്പേസ് ഉള്ള പാത്രം വേണം വെക്കാനായിട്ട്. ബിക്കോസ് അപ്പോഴാണ് നല്ല ആവി ഇതിൽ കിടന്ന് വേവുള്ളൂ. തുടച്ചിട്ട് വെക്കും. ആൻഡ് ഓരോ പ്രാവശ്യം ഇവിടെ ഈ നമ്മുടെ മൂടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തുടച്ചിട്ട് വേണം നെക്സ്റ്റ് സെറ്റ് വെക്കുമ്പോൾ. ആൻഡ് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം 20 മിനിറ്റ്സ്. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ വിടിയിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഗീ തേക്കാനായിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കലക്കി. താങ്ക് യു. പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതെ, കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അപ്പൊ മമ്മി തന്ന റെസിപ്പിന്ന് ആൻഡ് മമ്മി പറഞ്ഞ നമ്മുടെ നോട്ട്സിൽ നിന്നും ഒന്നും മാറിപ്പോണ്ട കേട്ടാ. ബിക്കോസ് ഞാൻ ഇത്രയും നാൾ ചെയ്തിരുന്ന ഒരുമാതിരി എല്ലാ കാര്യങ്ങളും മമ്മി പറഞ്ഞത് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതാണ് ഇത്തിരി കട്ടിയായിട്ടിരുന്നത്. അമ്മ ടേസ്റ്റ് ചെയ്തേ, ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മയ്ക്ക് കേട്ടെ. അമ്മ രാവിലെ കൊണ്ടുവന്ന പോലെ തന്നെയല്ലേ? നോക്കട്ടെ. അല്ലേ? പൊളി. ക്യാമറമാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. ഷാഹിദ ഒന്ന് ടേസ്റ്റ് ചെയ്ത്. ഇതൊരു കുറച്ച് നാളായിട്ടുള്ള ഒരു പണിയായിരുന്നു. അമ്മ വന്നപ്പോൾ ശരിയായിട്ടാ. അതാ പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ പൊളിക്കും. താങ്ക് യു. ഈ വട്ടയപ്പത്തിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് മീൻ പൊള്ളിച്ചത്. കുറേ ഉള്ളിയും തേങ്ങാപ്പാലും കൂടി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി മീൻ പൊള്ളിച്ചതിൻ്റെ കൂടെ വട്ടയപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതും മമ്മിയുടെ റെസിപ്പി ആട്ടാ. മീൻ പൊള്ളിച്ചതും ഇത് മൊത്തം മമ്മിയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ, കുറേ നാൾ മുമ്പ്. അതിൻ്റെ ഈ ചാനൽ തുടങ്ങിയ സമയത്തായിട്ടേക്കുന്നത്. അമ്മ ഭയങ്കര നല്ല കേട്ടോ വട്ടയപ്പം. ഈ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. വട്ടയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, റൈസിൻ്റെ കൂടെയും ഭയങ്കര നല്ല. താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ലേറ്റ് ആയി സ്കൂളിൽ നിന്ന് വരാൻ വട്ടയപ്പം മമ്മിയുടെ ഉണ്ട്, അമ്മയുടെ ഉണ്ട്. ഏതാ നല്ലതെന്ന് പറയാം. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അമ്മ ഏതാ അമ്മയുടെ എന്ന് പറയുന്നില്ല. മറ്റേ പീസ് കൂടി കഴിക്കോ? എന്താ എന്തോ കുഴപ്പം? അപ്പുറത്തേന് എന്താ കുഴപ്പം? ഇപ്പൊ മമ്മിയുടെ എന്താ വ്യത്യാസം? ഇതാണ് വ്യത്യാസം. വേറെ ടേസ്റ്റിൽ അങ്ങനെ കുറവില്ലല്ലോ. ഇത്തിരി സോഫ്റ്റ് ആയി പോരെ അമ്മയുടെ. അപ്പൊ ഇതാണ്ട വരുന്നേ. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജോർജി പറഞ്ഞ പോലെ കുറച്ച് ഹാർഡായി പോകും. ടേസ്റ്റ് സെയിമാ. മമ്മി പറഞ്ഞ പോലെ തന്നെ ചെയ്ത ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും. ജോർജി പറഞ്ഞത് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും കാര്യങ്ങൾ. കാരണം തീരുമാനമാവും നമുക്ക്.